വേടൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ ബോധ്യമായി മാറുന്നുണ്ടോ, അതിന് ഒരു സാമൂഹ്യ വിപ്ലവശക്തിയായി മാറാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം അഭിമുഖീകരിക്കാതെ നാം ഒരാൾക്കൂട്ടത്തെ മുൻനിർത്തി മാറുന്നൊരു സമൂഹത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രവചനം നടത്താൻ കഴിയും എന്ന് ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുന്നില്ല. ഈ സാംസ്കാരിക സമ്മേളനത്തിലൊക്കെ സാധാരണ ഈ പറഞ്ഞ പോലെ നവോത്ഥാനത്തെ പറ്റി പറയും, അതില്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരിക മേഖലയിലുള്ള ഈ പുനരുത്ഥാനവാദത്തെ പറ്റി പറയും. അതൊരു വഴിക്ക് നടക്കും. അങ്ങേ ഭാഗത്ത് നമ്മൾ ദേശീയ പണിമുടക്ക് നടത്തുന്നു, ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ തെറ്റായ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ പറഞ്ഞത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് മോദി എന്ന് പറയുന്ന ഒരാൾ ഒരേ സമയം എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റിൻ്റെയും ഈ പറയുന്ന പുനരുത്ഥാന സംസ്കാരത്തിൻ്റെയും ഒരു നായകനായി മാറുന്നത് എങ്ങനെയാണ്? തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം പുതിയ വോട്ടർമാരുണ്ടായിരുന്നു എന്നാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ChatGPT തന്ന അറിവനുസരിച്ച് 10% തൃശ്ശൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10% പുതിയ വോട്ടർമാരുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം പുതിയ വോട്ടർമാർ. അടുത്ത ജന്മത്തിൽ എന്നെ ബ്രാഹ്മണനാക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരാളെ 1 ലക്ഷം വോട്ടിന് വിജയിപ്പിച്ചതിൽ ഈ 10% വോട്ടർമാരിൽ ഒരു പറ്റമുണ്ട് എന്ന കാര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് വേടൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ ബോധ്യമായി മാറുന്നുണ്ടോ, അതിന് ഒരു സാമൂഹ്യ വിപ്ലവശക്തിയായി മാറാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം അഭിമുഖീകരിക്കാതെ നാം ഒരാൾക്കൂട്ടത്തെ മുൻനിർത്തി മാറുന്നൊരു സമൂഹത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രവചനം നടത്താൻ കഴിയും എന്ന് ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ സന്ദേശം ആ പാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാട്ടബാക്കിയെപ്പോലൊരു നാടകം അവതരിപ്പിച്ചിരുന്ന കാലത്ത് നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാംസ്കാരിക ജീവിതവും നമ്മുടെ സാമൂഹ്യമായ ഉത്കണ്ഠകളും എല്ലാം ഒന്ന് മറ്റൊന്നിനെ എന്നതുപോലെ പരസ്പര പൂരകമായാണ് പ്രവർത്തിച്ചിരുന്നത്. അതായത് സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഡൊമൈൻസ് എന്ന് വിളിക്കുന്ന ആ മണ്ഡലങ്ങളെല്ലാം വാസ്തവത്തിൽ കോംപ്ലിമെൻ്ററി ആയിട്ടാണ്, പരസ്പര പൂരകമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക ജീവിതവും നമ്മുടെ രാഷ്ട്രീയ ജീവിതവും നമ്മുടെ സാമൂഹ്യ ജീവിതവും ശിഥിലമായാണ് നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനം. ഈ ശൈഥില്യത്തെ നാം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. ഈ ശൈഥില്യത്തിൻ്റെ ആധാരം ഞാൻ മനസ്സിലാക്കുന്നത്, അത് വിശദീകരിക്കാൻ സമയമില്ല, 1990കളോടുകൂടി ഇന്ത്യയിൽ നടപ്പാക്കിയ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന സാമ്പത്തിക നയങ്ങളുടെ ആത്യന്തികമായ സൃഷ്ടിയാണ് ഈ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ അവർക്കിടയിൽ നിലനിൽക്കുന്ന ഈ ശൈഥില്യം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനകത്ത് പാട്ടബാക്കിയുടെ ആ നാടകത്തിൽ ഈ കിട്ടുണ്ണി വാസ്തവത്തിൽ ഒരു രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സമൂഹത്തിലെ കുറച്ചാളുകൾ മാത്രം സമ്പന്നരായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാക്കി കുറേ ആളുകൾ, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ദരിദ്രരായിരിക്കുന്നത് എന്ന ചോദ്യം ചരിത്രം പഠിക്കാത്ത, സാമൂഹ്യശാസ്ത്രം പഠിക്കാത്ത കിട്ടുണ്ണി ചോദിക്കുകയാണ്. അത് കിട്ടുണ്ണിയുടെ ചോദ്യം മാത്രമായിരുന്നില്ല, നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും, അക്കാലത്തെ ചൂഷണത്തിന് വിധേയരായിരുന്ന മുഴുവൻ മനുഷ്യരുടെയും അകത്ത് ഈ പറയുന്ന സമ്പത്തിനെപ്പറ്റി, മൂലധനത്തെപ്പറ്റി, വിഭവങ്ങളെപ്പറ്റി, അധികാരത്തെപ്പറ്റിയുള്ള മൗലികമായ ചോദ്യം ഉയർന്നു വരികയാണ് ചെയ്തത്.
ആ രാഷ്ട്രീയവും ഈ സാംസ്കാരിക പ്രവർത്തനവും അതിനനുസരിച്ചുള്ള സാമൂഹ്യ ബോധവും അക്കാലത്ത് രൂപപ്പെട്ടു വന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു സാമൂഹ്യ ജീവിതം ഇന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ, നമ്മളിന്ന് വിശ്വാസം എന്ന പേരിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം ഉയർന്നു വരുന്ന ക്ഷേത്രങ്ങൾ, ക്ഷേത്ര സംസ്കാരം, അല്ലെങ്കിൽ പുതിയ പുതിയ ആചാരങ്ങൾ, ഇപ്പോൾ പൊങ്കാല പോലുള്ളൊരാചാരം, കുംഭമേളയ്ക്ക് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യത, അങ്ങനെ സംസ്കാരത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഇന്ത്യയിലെ സമ്പദ്ഘടനയുമായും അതിൽ വരുന്ന മാറ്റങ്ങളുമായും ബന്ധിപ്പിച്ചുകൊണ്ട് ആലോചിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പം ഇത് സാംസ്കാരിക സമ്മേളനമാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിലൊക്കെ സാധാരണ ഈ പറഞ്ഞ പോലെ നവോത്ഥാനത്തെ പറ്റി പറയും, അതില്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരിക മേഖലയിലുള്ള ഈ പുനരുത്ഥാനവാദത്തെ പറ്റി പറയും. അതൊരു വഴിക്ക് നടക്കും. അങ്ങേ ഭാഗത്ത് നമ്മൾ ദേശീയ പണിമുടക്ക് നടത്തുന്നു, ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ തെറ്റായ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ പറഞ്ഞത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് മോദി എന്ന് പറയുന്ന ഒരാൾ ഒരേ സമയം എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റിൻ്റെയും ഈ പറയുന്ന പുനരുത്ഥാന സംസ്കാരത്തിൻ്റെയും ഒരു നായകനായി മാറുന്നത്? എങ്ങനെയാണ് ആ ഇൻ്റഗ്രേഷൻ, ആ ഉദ്ഗ്രഥനം നടക്കുന്നത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാം ഉന്നയിക്കേണ്ട രാഷ്ട്രീയം. അങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കാൻ ലോകത്ത് തന്നെ കഴിയുന്ന ഒരേ ഒരു ചിന്താ പദ്ധതിയുടെ പേരാണ് മാർക്സിസം. മാർക്സിസത്തിൻ്റെ പ്രത്യേകത അതിന് കാര്യങ്ങളെ പരസ്പര ബന്ധിതമായി കാണാൻ കഴിയും എന്നതാണ്. മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനും മറ്റൊരു ആശയ ലോകത്തിനും ഈ അർത്ഥത്തിൽ ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിച്ച് കാണാനുള്ള ശേഷി വാസ്തവത്തിലില്ല. എന്നാൽ മാർക്സിസത്തിന് സമ്പദ്ഘടനയിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ മേഖലയിലും സംസ്കാരത്തിലും ഒക്കെ വരുന്ന മാറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് കാണാനുള്ള ശേഷിയുണ്ട് എന്നതാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ചരിത്രം പ്രധാനമായി തീരുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുണ്ണിക്ക് വലിയ ചരിത്രബോധ്യം ഉണ്ടായിക്കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ആ ചരിത്രബോധത്തിൽ നിന്നാണ് വാസ്തവത്തിൽ വിപ്ലവബോധം രൂപപ്പെട്ടു വരേണ്ടത്. അതുകൊണ്ട് വിപ്ലവബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, സാമൂഹ്യ വിപ്ലവ ബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് അനിവാര്യമായ ഒരു ഘടകം ചരിത്രബോധമാണ്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ചരിത്രം എന്നോട് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് കാണാനുള്ള ശേഷിയുടെ പേരാണ് ചരിത്രം. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് 1921 എന്ത് സംഭവിച്ചു, ഈ രാജ്യം ആര് ഭരിച്ചു, അവരുടെ നയങ്ങൾ എന്തായിരുന്നു എന്ന് ഓർത്തു പറയുന്നതിനല്ല ചരിത്രം എന്ന് പറയുന്നത്. ഈ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ശേഷിയുടെ പേരാണ് ചരിത്രം. അങ്ങനെ നോക്കിയാൽ ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരിക്ക്, ഇടതുപക്ഷത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരിക്ക്, ഈ ചരിത്രബോധം പതിയെ പതിയെ നമുക്കില്ലാതായിത്തീരുന്നു എന്നതാണ്. ആ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർക്കുക, ഒരു നൊസ്റ്റാൾജിയ പോലെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നതിനല്ല ചരിത്രബോധം എന്ന് പറയുന്നത്. മാർക്സിൻ്റെ ചരിത്രബോധം എന്ന ആശയം ഈ പറയുന്ന സമ്പദ്ഘടനയെയും സാംസ്കാരിക രൂപങ്ങളെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ പരിണാമങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് കാണാനുള്ള ധൈഷണികതയെയാണ്, ആ ബോധത്തെയാണ് വാസ്തവത്തിൽ ചരിത്രബോധം എന്ന് പറയുന്നത്. ഈ പാട്ടവാക്കിയിലെ കിട്ടുണ്ണിക്ക് അതുണ്ടായിരുന്നു, അതെഴുതിയ ദാമോദരൻ അതുണ്ടായിരുന്നു, അത് കാണാനിരുന്നിരുന്ന മനുഷ്യർക്കതുണ്ടായിരുന്നു എന്നാണ് വാസ്തവത്തിൽ നാം ആ പഴയ കാലത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അതില്ലാതാവുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പോൾ ഈ ചരിത്രബോധത്തെ ഇല്ലാതാക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്താണ് RSSും സംഘപരിവാരവും ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ചരിത്രബോധത്തിൽ നിന്ന്, ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച് കാണുന്നതിൽ നിന്ന് അത് നമ്മെ വലിയ അളവിൽ പ്രത്യയശാസ്ത്രപരമായി തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദുത്വം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ചരിത്രബോധത്തിൽ നിന്ന് നമ്മളെ അത് പുറകോട്ട് നയിക്കുന്നു എന്നതാണ്. ആ അർത്ഥത്തിലാണ് വാസ്തവത്തിൽ ഈ ഒരു പ്രമേയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ആലോചിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഈ ചരിത്രത്തിൻ്റെ ഏറ്റവും മൗലികമായ ഒരു ഘടകം കാലബോധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കാലം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊരു ബോധമാണ് വാസ്തവത്തിൽ ചരിത്രബോധം എന്ന് പറയുന്നത്. കാലബോധത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന കാലബോധമാണ് യഥാർത്ഥത്തിൽ നാം മുന്നോട്ട് വെക്കുന്ന കാലബോധം എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന വിപ്ലവ ശക്തികളുടെ കാലബോധം എന്ന് പറയുന്നത് അത് വർത്തമാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, താൽക്കാലിക പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഉത്തരാധുനിക കാലബോധമല്ല, ഒരു മാർക്സിസ്റ്റ് ചരിത്ര ബോധത്തിൽ ഊന്നി നിൽക്കുന്ന ഒരാളുടെ കാലബോധം എന്ന് പറയുന്നത്. ഉത്തരാധുനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുക, ആ പ്രശ്നം പരിഹരിച്ചാൽ ആ സംഘടനയുടെ ദൗത്യം അവസാനിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഉത്തരാധുനികരുടെ കാലബോധം എന്ന് പറഞ്ഞാൽ ഒരു പരിസ്ഥിതി പ്രശ്നം വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ വെച്ചത് സംഘടിച്ച് ആ പ്രശ്നം പരിഹരിക്കുക, അതോടെ അത് തീർന്നു. അതിൻ്റെ ഭൂതത്തെയോ അതിൻ്റെ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുന്ന ഈ ദീർഘമായ കാലബോധം, പുരോഗതി എന്ന ആശയം, ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഉത്തരാധുനികത എന്ന് വിളിക്കുന്നത്. ഈ ഉത്തരാധുനികതയുടെ കാലബോധത്തിലല്ല വാസ്തവത്തിൽ ഈ മാർക്സിസ്റ്റ് ചരിത്രബോധം നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളാരും ഇവിടെ ഇരിക്കുന്ന നമ്മൾ എത്ര ആളുകൾ ഉത്തരാധുനികതയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇന്ന് നമ്മളൊക്കെ ഏതാണ്ട് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വഴിയിൽ നമ്മുടെ തൊഴിലാളി വർഗം എന്ന് പറയുന്ന ആ വർഗം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വാസ്തവത്തിൽ നമ്മൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് തൊഴിലാണ് ചെയ്യാൻ പോകുന്നത്? അത് തൊഴിലാണോ? തൊഴിൽ തേടുന്ന ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എന്നതാണ് കാൾ മാർക്സ് ആദ്യം എഴുതിയ ലേഖനം. 16-ാം വയസ്സിൽ മാർക്സ് എഴുതിയ ലേഖനമാണ് തൊഴിൽ തേടുന്ന ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന പ്രതിസന്ധി. 19-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖന. ആ അവസ്ഥയിൽ വെച്ച് നിങ്ങൾ നോക്കിയാൽ അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കെത്ര വരുമാനം ഉണ്ടാവുമെന്ന് നോക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് ഈ രാജ്യത്തിലെ ഈ സമൂഹത്തിന് എന്താണ് നേട്ടമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി അധ്വാനം ചെലവഴിക്കുന്ന ഒന്നിനെയാണ് മാർക്സ് 16-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദർശാത്മകമായ തൊഴിൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ആകർഷകമായ ഒരു മേഖലയാണല്ലോ IT എന്ന് പറയുന്നത്. എന്താണ് അവിടുത്തെ തൊഴിലിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 4-5 കുട്ടികൾക്ക് ബാംഗ്ലൂരിൽ ഇതുപോലൊരു ജോലി കിട്ടി. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ജോലിക്ക് ഒരു സമയമില്ല. ഇത്ര സമയത്ത് ഓഫീസിൽ വരണമെന്നോ ഇത്ര സമയത്ത് ജോലി തീർക്കണമെന്നോ ഇല്ല. അവർക്ക് കൊടുത്തിട്ടുള്ള ജോലി മാർച്ച് 30 തീർക്കണമെന്നോ അല്ലെങ്കിൽ ഏപ്രിൽ 15-ാം തീയതി ആകുമ്പോൾ തീർക്കണമെന്നോ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ നേരം കിടന്നുറങ്ങി ചെയ്താൽ പോരെന്ന്. 24 മണിക്കൂറും ജോലി ചെയ്താലും തീരാത്ത ടാർഗറ്റാണ് വാസ്തവത്തിൽ ഇവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഓഫീസിൽ അവർക്ക് കുടിക്കാൻ കാപ്പി എത്ര വേണമെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വല്ലാതെ ബോറടിക്കുമ്പോൾ കളിപ്പിക്കാൻ ഒരു നായക്കുട്ടിയുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഓഫീസിലുള്ളത്. അതാ ഒരു കോർപ്പറേറ്റിൻ്റെ ഓഫീസ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഈ വിദ്യാർത്ഥി, അവൻ്റെ വയസ്സ് എത്രയെന്നൊരു 22. അവൻ എന്നോട് പറഞ്ഞത്, മാഷേ, അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ പച്ച നിറമുള്ളൊരു സ്ഥലം കണ്ടിട്ട് 3 മാസമായി. അവൻ ജോലി കിട്ടി പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ മനുഷ്യൻ
അവനൊരു മനുഷ്യനാണെന്ന് തന്നെ. അവന് നാട്ടിൽ നടക്കുന്ന വാർത്തകളൊന്നും അറിയുന്നില്ല, ഈ രാജ്യത്ത് എന്താ സംഭവിക്കണമെന്ന് അവൻ അറിയുന്നില്ല, അതൊന്നും നോക്കാൻ അവന് യാതൊരു സമയമില്ല. അവൻ ഏൽപ്പിച്ച ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തില്ലെങ്കിലോ ഏത് നിമിഷവും അവനെ പിരിച്ചുവിടാം. അതാണ്, ഒരു തൊഴിൽ സുരക്ഷിതത്വമില്ല. എന്താണ് അവരാകെ ആവശ്യപ്പെടുന്നത്? ആ ലാപ്ടോപ്പ് ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കൂ എന്ന് പറയുന്നതാണ് റെസിഗ്നേഷൻ ലെറ്റർ. അതാണ്ട് തിരിച്ചു കൊടുത്താൽ പണി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഒരു തൊഴിൽ സംസ്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ഇവിടെ പാടിയ പാട്ടും ആ സമരങ്ങളുടെയൊക്കെ കാലത്ത് നാം നേടിയെടുത്തത് വാസ്തവത്തിൽ എന്താ? നാം നേടിയെടുത്തത് ഈ തൊഴിലാളി എന്ന് പറയുന്ന ഒരു കർത്താവിനെ നിർമ്മിച്ചെടുക്കുക നമ്മൾ ചെയ്തത്. അയാൾ ആരാണ്? അത് ഒരു തൊഴിലാളിയെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ നിർവചിക്കുകയാണ്. അത് മുതലാളിത്തം നിർവചിച്ചതല്ല, സംഘടിത തൊഴിലാളി വർഗമാണ് തൊഴിലാളി ആരാണെന്ന് തീരുമാനിച്ചത്. അതാ, അങ്ങനെ നിർവചിക്കപ്പെട്ട ഒരു തൊഴിലാളി കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് ഏത് തരത്തിലാണ് മാറിപ്പോയത് നോക്കൂ നിങ്ങൾ. IT മേഖലയിൽ ജോലി ചെയ്യുന്ന എൻ്റെ മറ്റൊരു സുഹൃത്ത് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം, അവളുടെ ഓഫീസ് അമേരിക്കയിലോ എവിടെയാണ്, അവൾ ജോലി ചെയ്യുന്നത് ഇവിടെ നാട്ടിലാണ്. വീട്ടിലിരുന്ന് ചെയ്യാം എന്നതാണ് വലിയൊരു കാര്യമായിട്ട് പലപ്പോഴും പറയുന്നത്. എന്നാൽ വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇടയിൽ ഈ ജോലി ചെയ്യാം എന്നല്ല. കൃത്യം 8 മണിക്ക് ഓൺലൈനിൽ ഉണ്ടാവണം. എപ്പോഴാണോ ഈ മുതലാളി എന്ന് വിളിക്കുന്ന ബോസ് അവസാനിപ്പിക്കുന്നത് അപ്പോഴേ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടി മിക്കവാറും രാത്രി 12 മണി 1 മണിക്കാണ് അവളുടെ മീറ്റിങ്ങുകളും യോഗങ്ങളും ഇതൊക്കെ കഴിയുന്നത്. ആ ഫേമിൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. ഇപ്പോൾ അന്ന് ജോലിക്ക് കയറിയ അവൾക്ക് ഇപ്പോഴും ജോലി സമയം എന്ന് പറഞ്ഞാൽ 20-22 മണിക്കൂറാണ് ഏതാണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവളുടെ ബോസ് എന്ന് പറയുന്ന ആൾ ഓൺലൈനിൽ വന്നില്ല. അപ്പോൾ അവൾ പലരെയും വിളിച്ചു നോക്കി. അപ്പോൾ ആർക്കും ഒരു വിവരമില്ല, ഇവരെവിടെ പോയി എന്നറിയില്ല. ഇവർ അമേരിക്കയിലാണല്ലോ. അങ്ങനെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവർക്കെല്ലാം മെസ്സേജ് വന്നു, എല്ലാവരും ഇപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ രാവിലെ 8 മണിക്ക് ജോലിക്ക് വരേണ്ട ആളുകളോട് 6 മണിക്ക് വരാൻ പറഞ്ഞു. ഇവർക്ക് അത്ഭുതം, ഇതെന്ത് സംഭവിച്ചു? അത് വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അവർ പ്രസവിക്കാൻ പോയത്. ഇവരുടെ ബോസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, അവർ പ്രസവിക്കാൻ പോയതാണ്. ആ പ്രസവിച്ച് കഴിഞ്ഞ് അവർ ഓൺലൈനിൽ വന്നിരിക്കുക. നമ്മളെ നാട്ടിൽ പണ്ട് പറയും, ഞാൻ നെല്ല് കുത്തുമ്പോഴാണ് അവനെ പെറ്റതെന്നൊക്കെ പറയും സ്ത്രീകൾ. അത് അവർക്ക് വലിയ ആരോഗ്യം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, പ്രസവ ശുശ്രൂഷയ്ക്ക് അവർക്ക് ഗതിയില്ലാതിരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പ്രസവിച്ചത്. ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതവും വലിയ വ്യത്യാസമില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കഴുത്തിന് പട്ട കെട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ വലിച്ചു കൊണ്ടുപോയിട്ട് മാനേജരെ കാല് നക്കിക്കുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടില്ലേ? ഈ തൊഴിലാളിയും പാട്ടബാക്കിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കിട്ടുണ്ണി എന്ന മനുഷ്യനും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. നാം മുന്നോട്ടാണോ പോകുന്നത്, നാം പിന്നോട്ടാണോ പോകുന്നത്? ഒരുപക്ഷെ ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കിട്ടുണ്ണി അന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവർ അത്രമാത്രം അപമാനവീകരിക്കപ്പെട്ടിരിക്കുന്നു, ഡീഹ്യൂമനൈസേഷൻ. അതുകൊണ്ട് ഇന്നത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹ്യൂമിലിയേഷൻ ആണ്, അപമാനമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അന്തസ്സ്, മനുഷ്യാന്തസ്സിന് അതിഭീകരമായ പരിക്കേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെയാണ് നാം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു അപമാനം സഹിക്കുന്ന മനുഷ്യരായിരിക്കാം ഒരുപക്ഷെ വേടൻ അഭിസംബോധന ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പലതരത്തിൽ അപമാനം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അത് പഴയ തരത്തിലുള്ള ജാത്യധിക്ഷേപങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തൊഴിൽ മേഖലയിൽ ചെറുപ്പക്കാർക്ക് യാതൊരു തരത്തിലുള്ള മാന്യതയും ലഭിക്കുന്നില്ല, അവർക്ക് സമൂഹത്തിലൊരു അംഗീകാരവും ലഭിക്കുന്നില്ല. അവർ വലിയ തോതിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അന്യവൽക്കരണം എന്ന ആശയം അവതരിപ്പിച്ചത് കാൾ മാർക്സാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് വലിയ അളവിൽ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ഇനി ശരി, നമ്മളിപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തല്ലോ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഗോപിയേട്ടൻ പറഞ്ഞ കാര്യം, ലീലാകൃഷ്ണൻ പറഞ്ഞ കാര്യം, ഇതൊന്നും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ട എന്നാണോ നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നത്? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കൗമാരക്കാരനുഭവിക്കുന്ന സംഘർഷത്തെപ്പറ്റി ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അതൊരു 2 ദിവസം നീണ്ടുവന്നൊരു വർക്ക്ഷോപ്പായിരുന്നു. ആ 2 ദിവസം ഞാൻ അതിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തു. അവസാനം എന്നോട് അതിനകത്ത് പ്രതികരിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പല സാംസ്കാരിക നായകന്മാരും പറയുന്നത്
നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര അറിവുള്ള ആളുകളാണ്. അവർക്ക് ഈ മൊബൈൽ ഫോണും ഈ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. ഇനി നിങ്ങളുടെ പ്രസംഗമൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാടകം കൊണ്ടൊന്നും ഇനി കാര്യമില്ല. ഇനിയുള്ള കാലം ഇതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അവരിൽ നിന്ന് പലതും പഠിക്കുക വേണ്ടത്. അവരെ ഉപദേശിക്കാനും നന്നാക്കാനൊന്നും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ കേരളത്തിലെ ചില ബുദ്ധിജീവികൾ, നമ്മളെയൊക്കെ പ്രായമുള്ള ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ശരി, നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം, അവർക്ക് നമ്മളെക്കാളും പല കാര്യത്തിൽ അറിവുണ്ട്, ഞാൻ അംഗീകരിച്ചു. പക്ഷേ 56 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവ ലോകം ഉണ്ടല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ പണ്ട് കാരണവന്മാർ പറയും, ഞാൻ നിന്നേക്കാളും 10 ഓണം അധികം ഉണ്ടിട്ടുണ്ടെന്ന് പറയും. ഈ ഓണം അധികം ഉണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയും അനുഭവം ഉണ്ടെന്നാണ്. ആ അനുഭവം അടുത്ത തലമുറയ്ക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ടായിട്ടുള്ളത്. മനുഷ്യ നാഗരികത എന്ന് പറയുന്ന ഒരു തലമുറയും വേറൊരു തലമുറയും തമ്മിൽ ഭിന്നിച്ച് ശിഥിലമായി പോയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ ശൈഥില്യം എന്നത് ഒരു മുതലാളിത്ത യുക്തിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ മണ്ഡലങ്ങൾക്കിടയിലുള്ള ശൈഥില്യം പോലെ തന്നെ മനുഷ്യർക്കിടയിലും ശൈഥില്യം ഉണ്ടാക്കുകയാണ്. തലമുറകളുടെ ശൈഥില്യം, സെറ്റ് ജനറേഷൻ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ജനറേഷൻ, ഇപ്പോൾ എൻ്റെ കൂടെ അവിടെ പഠിക്കുന്ന കുട്ടികളിൽ 10-25 വയസ്സുള്ള ഗവേഷകരുണ്ട്. അവർക്ക് 18, 16, 17 വയസ്സുള്ള ഈ പുതിയ FIUGPയിലെ കുട്ടികളായിട്ട് ചേരാൻ പറ്റുന്നില്ല. ജനറേഷൻ ഗ്യാപ്പാണ്. 5 വയസ്സും വ്യത്യാസം വരുമ്പോഴേക്കും വലിയ ജനറേഷൻ ഗ്യാപ്പ് സംഭവിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ഗുണകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ ചില താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നത്? അങ്ങനെ എല്ലാറ്റിൻ്റെയും പുറകിലുള്ള ഒരു ആബ്സെന്റ് കോസ്, നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു ഹേതുവിനെ, ഒരു കാരണത്തെയാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ദ ആബ്സെന്റ് കോസ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്താണോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത്, എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്ന നിലയ്ക്ക് ലോക മുതലാളിത്തം പരാജയപ്പെട്ടിട്ടില്ല. ലോക മുതലാളിത്തം മുമ്പുള്ളതിനേക്കാൾ അതിശക്തമായി അതിൻ്റെ ക്രൂരതകളുമായി തൊഴിലാളി വർഗത്തെയും അവരുടെ പിന്മുറക്കാരെയും കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാട്ടബാക്കിയിൽ ദാമോദരൻ ഉന്നയിക്കുന്ന പ്രശ്നം എവിടെ അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അന്നത്തെ ജന്മിത്വം പോയിട്ടുണ്ടാവാം, അതിലേറെ ഭീകരനായ ജന്മിമാർ ഇന്നുണ്ടായി വന്നിരിക്കുകയാണ്. അവരുടെ ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ ചരിത്രബോധത്തിൽ നിന്ന് നമ്മളെ അകറ്റണം എന്നുള്ളതാണ്. അതിനുള്ള അതിഭീകരമായ ശ്രമങ്ങളാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ചരിത്രബോധത്തെ തകർക്കുക? 2 വഴികളിലൂടെയാണത് സംഭവിക്കുന്നത്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതിലൊന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒന്നിനെ തകർക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ നിന്ന് വല്ലതൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിതൊക്കെ കേട്ട് വല്ലതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന ഒരു ലോകവീക്ഷണം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അയ്യങ്കാളി എൻ്റെ സമുദായത്തിൽപ്പെട്ട 10 BA-ക്കാരുണ്ടാവണമെന്ന് വാസ്തവത്തിൽ ആഗ്രഹിച്ചത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരൊക്കെ നമ്മുടെ നവോത്ഥാന കാലത്ത് VT ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത്, ശ്രീനാരായണ ഗുരു ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ ആവശ്യപ്പെട്ടത്, തൻ്റെ സമുദായത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പണിമുടക്ക് സമരം നടത്തി അയ്യങ്കാളി സൃഷ്ടിച്ച മാതൃക, ഇതെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ജനത നടത്തിയ പോരാട്ടമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. എന്താ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇത്ര വലിയ കാര്യം? ഈ പറഞ്ഞ പോലെ IT ജോലി കിട്ടി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മക്കളുണ്ടാവുമെന്ന് കരുതിയിട്ടാണോ അവരൊക്കെ ഇത് പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം എന്ന് പറഞ്ഞാൽ ബുദ്ധി തെളിയണം എന്ന അർത്ഥം. ആ ബുദ്ധി മറ്റൊന്നുമല്ല, അത് ഈ ചരിത്രബോധമാണ്. ആഴത്തിലുള്ള ചരിത്രബോധം നമുക്കുണ്ടാവുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് കാണാൻ. ഞാൻ കാണുന്ന സൂര്യൻ കിഴക്കുദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ഞാൻ കാണുന്നു, ഞാൻ കരുതുന്നു സൂര്യനാണ് ചലിക്കുന്നതെന്ന്. അപ്പോഴാണ് പറയുന്നത് അല്ല, ഭൂമിയാണ് തിരിയുന്നത് എന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോഴാണ് പഠിക്കുന്നത്. അങ്ങനെ കാണുന്നതിൻ്റെ പുറകിലുള്ള ഒന്നിനെ കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് പരിശീലനം കിട്ടിയ ഒന്നിൻ്റെ പേരാ വിദ്യാഭ്യാസം.
അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനതങ്ങ് വിശ്വസിക്കണമെന്നില്ല. എല്ലാറ്റിനെയും അതിൻ്റെ കാരണങ്ങളിലേക്ക് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നെത്താൻ എന്നെ സഹായിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തെയാണ് രാജ്യത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന NEP എന്ന് പറയുന്ന സംഗതി ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിൻ്റെ ലക്ഷ്യം തന്നെ ചെറുപ്പക്കാർ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. എപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ തുടർച്ചയായി പിന്തുടരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ അറിയുക. എന്നാൽ പുതിയ FIUGPയിൽ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നാൽ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കാൻ 8ാം ക്ലാസ് കഴിഞ്ഞാൽ തൊഴിലഭ്യാസം തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8ാം ക്ലാസ് വരെ മതി ഈ പഠിപ്പൊക്കെ. അതൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും തൊഴിൽ പഠിക്കട്ടെ. തൊഴിൽ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ തൊഴിൽ? കോർപ്പറേറ്റുകളുടെ കൂലിപ്പട്ടാളത്തെ ഉണ്ടാക്കാൻ വേണ്ടി 8ാം ക്ലാസ് മുതൽ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രേഖയുടെ പേരാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വരുമ്പോൾ പറയണത് എന്താ? അവർ പറയുന്നത് 4 വർഷം ഡിഗ്രി, അത് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം, അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്, 1 കൊല്ലം കഴിഞ്ഞാലും പോവാം, ഏത് വിഷയവും പഠിക്കാം. ഇങ്ങനെയുണ്ടോ ഒരു പഠിപ്പ്? അതാണ് ഇവർ പറയുന്ന ഒരു സംഗതിയാണല്ലോ ഉപനിഷത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? പഠിച്ച് തീരണത് വരെ ഗുരുവിൻ്റെ അടുത്തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാ അങ്ങനെയാണ് പഠിപ്പ്. പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. നിങ്ങൾ ഒരു കാര്യത്തെ തുടർച്ചയായി പിന്തുടരുമ്പോഴാണ്. ഇപ്പം പറയണത് അങ്ങനെയല്ല. ഫിസിക്സ് പഠിക്കേണ്ട കുട്ടിക്ക് ഫിസിക്സിനോടൊപ്പം നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കാം. അങ്ങനെ മ്യൂസിക് പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രകല പഠിക്കാം. അതൊക്കെ മടുത്താൽ പോവാം. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ഒന്നും പഠിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഒന്നും പഠിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുക, കൈവേലക്കാരാക്കി അവരെ മാറ്റുക, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലാബറട്ടറി നടത്താനുള്ള പണം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം. ആര് തരും പണം ആര് തരും എന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റുകളുടെ മരുന്ന് കമ്പനികളും ഈ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകളും അവർക്ക് ആവശ്യം എന്താണോ അതുണ്ടാക്കാനുള്ള കൈത്തൊഴിലാളികളെ വാർത്തെടുക്കുന്നതാണ് ശാസ്ത്ര വിദ്യാഭ്യാസം എന്നാണ് പുതിയ NEPയിൽ പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് 10 പൈസ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജോലിക്കിടയിൽ പ്രസവിക്കാൻ വിധിക്കപ്പെട്ട പുതിയ മനുഷ്യരെ നിർമ്മിക്കുന്ന തൊഴിലാളി എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം മനുഷ്യരെയാണ് ഈ കോർപ്പറേറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നാൾ പറഞ്ഞല്ലോ, ഈ എമ്പുരാൻ എന്നുള്ള സിനിമ അതത്ര കേമായിട്ടുള്ള സിനിമയല്ല. പക്ഷേ ആ സിനിമ വന്നപ്പോഴാണ് ഗുജറാത്തിൽ കുറച്ച് കലാപം നടന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ പലരും മനസ്സിലാക്കിയത്. അതുവരെ അവർക്ക് ഗുജറാത്തിൽ കലാപം നടന്നതിനെ പറ്റി യാതൊരു കാര്യവും അറിയില്ല. എല്ലാ വിജ്ഞാനവും വിരൽത്തുമ്പിലുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ വിജ്ഞാനവും വിരൽത്തുമ്പിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ ഒരു പ്രതിഷേധവും ഉണ്ടാവാത്തത്? എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പലസ്തീനിലേക്ക് ഫണ്ട് വിരിക്കുക എന്നുള്ളത് അക്കാലത്തെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന ജോലിയായിരുന്നു. അപ്പം നാട്ടിലെ കാരണന്മാർ ചോദിക്കും, ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നോ, ഇപ്പോൾ ഒക്കെ പലസ്തീനിലാണ് പ്രശ്നം എന്ന് ചോദിക്കും. അന്ന് പലസ്തീനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയായിരുന്നില്ല. ഈ പത്രത്തിൽ വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. യാസർ അറാഫത്ത് ഇടയ്ക്ക് ഇന്ത്യയിൽ വരും, അദ്ദേഹവും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യൂബയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം, ഈ പലസ്തീന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം, ഇതൊക്കെ അക്കാലത്തൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് തുറന്നാൽ പലസ്തീൻ്റെ എത്ര ദയനീയമായ കാഴ്ചകൾ കാണാം. ഈ കാഴ്ചകളിൽ അഭിരമിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കല്ലാതെ ഒരു ചരിത്രബോധമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് മാറാൻ നമുക്കെന്തുകൊണ്ടാണ് നമ്മുടെ യുവജനതയ്ക്ക് കഴിയാതെ പോകുന്നത് എന്ന ചോദ്യം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ചരിത്രബോധം ഇല്ലാതെ പോകുന്നത്? അവർക്ക് വിപ്ലവബോധം ഉണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അവർ ഏറ്റെടുക്കുന്നുണ്ടാവാം. പക്ഷേ ആ വിപ്ലവബോധത്തെ ശരിയായ ദിശയിൽ നയിക്കണമെങ്കിൽ ചരിത്രബോധം പ്രധാനമാണ്. ആ ചരിത്രബോധത്തെയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദൃശ്യ സംസ്കാരമാണ്. ആ ദൃശ്യ സംസ്കാരം വാസ്തവത്തിൽ വലിയ തോതിൽ നമ്മുടെ കാലബോധത്തെ സ്വാധീനിക്കുന്നുണ്ട്.
അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാലം എന്ന് പറയുന്നത് അത് ബോധമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 2025 ജൂലൈ 15 വൈകുന്നേരം 7:15 എന്ന് ഞാൻ പറഞ്ഞാൽ ഇത് നമുക്കൊക്കെ തുല്യ. ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ലോകത്തുള്ള ആളുകൾക്കും ഒക്കെ ഞാൻ ഈ പറഞ്ഞ സമയം ശരിയായിരിക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഒരേ കാലത്തിലാണോ ജീവിക്കുന്നത്? അല്ല. എൻ്റെ കാലബോധമല്ല എൻ്റെ മകൻ്റെ കാലബോധം, അതല്ല എൻ്റെ വീട്ടിലുള്ള 80-90 വയസ്സായ ഒരാളുടെ കാലബോധം. ഒരേ കാലത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ കാലബോധം വ്യത്യസ്ത. പക്ഷേ പാട്ടബാക്കിയെപ്പോലെ, അതാണ് നേരത്തെ ലീലാകൃഷ്ണൻ പറഞ്ഞത്, ഈ നാടകത്തിലെ ജന്മിയായ ആള്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലെ ജന്മി വാസ്തവത്തിൽ ഈ കൊടി പിടിച്ച് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കാലബോധം ഒന്നിക്കാം. വ്യത്യസ്തമായി ചിതറിക്കിടന്നിരുന്ന കാലബോധത്തെ ഏകീകരിക്കുകയാണ് ആ നാടകം ചെയ്യുന്നത്. അത് ആ നാടകം കൊണ്ട് സംഭവിക്കുന്നതല്ല. അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം, അന്നത്തെ സാമൂഹ്യ പ്രവർത്തനം, ഇതെല്ലാം പരസ്പര ബന്ധിതമായപ്പോഴാണ് ഈ ഒരേ കാലബോധത്തിലേക്ക് മനുഷ്യർ വരുന്നത്. അങ്ങനെ ഒരേ കാലബോധത്തിലേക്ക് വരുമ്പോഴേ ഒരു സാമൂഹ്യ വിപ്ലവ ശക്തിയായി നമ്മുടെ ചെറുപ്പക്കാർ മാറുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഈ മുതലാളിത്തത്തിൻ്റെ നാഗരികതയിൽ നിന്ന്, ഈ നവമുതലാളിത്തത്തിൻ്റെ നാഗരികതയിൽ നിന്ന് നമുക്കതിനെ വിമോചിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസവും ഈ പറഞ്ഞ ഈ കാലബോധത്തെ, ഈ എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഈ ശേഷിയെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്ന് തോന്നുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ മാതൃക. ഇന്നത്തെ സംസ്കാരത്തിൻ്റെ ഒരു മാതൃക, നിങ്ങൾ എന്നോട് സംസ്കാരം ഒന്ന് ചിത്രത്തിൽ ഒരു ബോർഡുമ്പിൽ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല. ഞാനൊരു ചിത്രകാരനായിരുന്നെങ്കിൽ മാഷെ സമകാല സംസ്കാരം മാഷ് ബോർഡുമ്പിൽ ഒന്ന് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് വരച്ചു വയ്ക്കും. അതാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ രൂപം. എന്താണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത? അതിലൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് വലിയൊരു കൊട്ടെടുക്കാം. ആ കൊട്ടെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സാധനങ്ങളും എടുത്ത് ആ കൊട്ടയിലേക്ക് ഇങ്ങനെ ഇടാം. അത് നിങ്ങൾക്ക് കൊണ്ടുപോയി കൗണ്ടറിൽ കൊടുക്കാം. നിങ്ങൾക്കിട്ടത് പൈസ വേണം നിർബന്ധമില്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാൽ മതി. എപ്പോഴെങ്കിലും ബാങ്കിൽ പൈസ വരും എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കടം തരാൻ ആളുണ്ട്. കടം തരാലോ കുട്ടപ്പ എന്ന നാടകം ഈ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്, PM താജ് എഴുതിയതാ. അത് അന്ന് കളിക്കുമ്പോൾ അതെന്തോ ഒരു പഴയ നാടകമാണെന്നാണ് തോന്നിയത്. താജ് പറഞ്ഞത് വാസ്തവത്തിൽ ഇതായിരുന്നു. അങ്ങനെ കടം തന്ന് നമ്മളെ പ്രീതിപ്പെടുത്തുന്ന സമ്പദ്ഘടനയുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിതെല്ലാം ചെയ്തിങ്ങനെ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നു, സന്തോഷിക്കുന്നു. എന്തു സന്തോഷിക്കാനും നിങ്ങൾക്ക് ഹൈപ്പറായ കാര്യങ്ങൾ മാത്രമേ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു തബലി ഹാർമോണിയം ഒന്നും വെച്ചിട്ടുള്ള പാട്ടൊന്നും കേൾക്കാൻ ഇന്ന് ആരും കിട്ടില്ല. ഈ പറഞ്ഞ ഇറ്റയുടെയും യുവകലാസാഹിതിയുടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനേൻ്റെയൊക്കെ വേദിയിൽ ഇതൊക്കെ കേൾക്കുള്ളൂ. മറ്റേതൊക്കെ നിങ്ങൾക്ക് DJ വേണം. ഏത് യാഥാർത്ഥ്യത്തെയും നിങ്ങൾക്ക് പെരുപ്പിച്ച് കാണിക്കണം. അങ്ങനെ ഹൈപ്പർ റിയൽ ആയാൽ മാത്രമേ നിങ്ങൾക്കത് റിയാലിറ്റി ആണെന്ന് തോന്നൂ. അതാണ് വാസ്തവത്തിൽ. അതൊട്ടും റിയൽ അല്ല. ഈ പാടുന്ന ആളുടെ ശബ്ദം, പാട്ട് പാടുന്നപ്പോൾ ബാബുക്കെ പോലൊരാളുടെ ശബ്ദം വളരെ 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 സിമ്പിളായൊരു ശബ്ദം. ആ ശബ്ദം വാസ്തവത്തിൽ ആ ശബ്ദത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും സ്വത്വവും നിലനിർത്തിയിട്ടാണ് ചുറ്റുമുള്ള മറ്റ് ശബ്ദങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പാടുന്ന ആളുടെ ശബ്ദത്തിന് ഒരു വിലയില്ല. അത്രയും ഭീകരമായിട്ടുള്ള ഈ യന്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന യന്ത്രത്തെയാണ് നമ്മൾ കേൾക്കുന്നത്, മനുഷ്യനെയല്ല. അതാണ് DJ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ആസ്വാദനമായി തീരുന്നത്. അതാണ് പുതിയ സെൻസിബിലിറ്റി, ഭാവുകത്വം എന്ന് പറയുന്നത്. ഇതാരാ സൃഷ്ടിച്ചത്? അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരാളുണ്ട്. അത് മറ്റൊന്നല്ല, മൂലധനമാണ്. ആ മൂലധനത്തെ പറ്റിയാണ് മാർക്സ് സൂചിപ്പിച്ചത്. ആ മൂലധനത്തെയാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിട്ടുള്ളത്. ആ മൂലധനം ഇപ്പോഴും ശക്തമാണ്, മറ്റെല്ലാം ഒരുപക്ഷെ ദുർബലമായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾക്കൊരു സോപ്പ് മതി എന്ന് പറഞ്ഞാൽ, പാപ്പുട്ടി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് പണ്ട് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു സോപ്പ് നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് നിർമ്മിക്കാവുന്നതാണ് വീട്ടിൽ. പക്ഷേ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെ ഡിറ്റർജൻസാണ്. ഇത്രമാത്രം ഡിറ്റർജൻസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇത്രമാത്രം ചരക്കുകൾ നമുക്ക് ആവശ്യമുണ്ടോ?
ഒരു കുട്ടിക്ക് എല്ലാറ്റിലും A+ കിട്ടിയാൽ എന്തിനാണ് നിങ്ങൾ ചരക്കുകൾ വാങ്ങി അയാളെ സന്തോഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താലേ നിങ്ങൾ സ്നേഹസമ്പന്നനായ പിതാവാകൂ എന്ന് വരുന്നത്? ആരെയാണ് ഇത് പിന്തുണയ്ക്കുന്നത്? അത് മാർക്കറ്റിനെയാണ് പിന്തുണയ്ക്കുന്നത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് വാസ്തവത്തിൽ മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫെറ്റിഷായി, നമ്മളെല്ലാം അടക്കി വാഴുന്ന ഒരു അതീത ശക്തിയായി സൂപ്പർ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുക. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സംസ്കാരത്തിന് ഏറ്റവും വലിയ പ്രശ്നം അത് ഒന്നും മറ്റേതും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഈ ചരിത്രബോധത്തിൽ നിന്ന് നമ്മളത് അടർത്തി മാറ്റും. അതാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത്. പരസ്പരം ബന്ധിപ്പിക്കാനല്ല, പരസ്പരം ഭിന്നിപ്പിക്കാനാണ് ഈ സംസ്കാരം, മുതലാളിത്തത്തിൻ്റെ ഈ പുതിയ സൂപ്പർ മാർക്കറ്റ് സംസ്കാരം ശ്രമിക്കുന്നത്. അതിനിടയിലൂടെയാണ് ഇന്ന് വാസ്തവത്തിൽ മോദിയും സംഘപരിവാരവും മുന്നോട്ട് വെക്കുന്ന പ്രതിലോമകരമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കടന്നു വരുന്നത്. ഈ ചരിത്രബോധമില്ലാത്തിടത്താണ്, വിളയില്ലാത്തിടത്താണ് കള വളരുക എന്ന് പറയുന്നത് പോലെ ചരിത്രബോധം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മിത്തുകൾ കൊണ്ട് അതിനെ നിറയ്ക്കാൻ സാധിക്കും. അങ്ങനെ മിത്തുകൾ കൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ഗോത്ര ബോധത്തിലേക്കും നമ്മുടെ ആധുനിക പൂർവ്വ ചിന്തയിലേക്കും നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ അധികാരത്തെ ഉറപ്പിക്കുകയും ചെയ്യുക എന്ന വളരെ കൃത്യമായ ഒരു തന്ത്രം വാസ്തവത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ടും സമയം അതിക്രമിച്ചതുകൊണ്ടും അതേക്കുറിച്ച് ഞാനൊന്നും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ അങ്ങനെയാണ് ചരിത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പ്രാവശ്യത്തെ കാരവൻ എന്ന് പറയുന്ന മാസികയിൽ RSSനെ കുറിച്ചൊരു ലേഖനമുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSന് ഡൽഹിയിലുള്ള വലിയൊരു ആസ്ഥാനത്തെക്കുറിച്ച് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തക നടത്തിയ യാത്രയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അവരുടെ ഈ ആസ്ഥാനത്ത് ചരിത്രം എഴുതാൻ വേണ്ടി ഒരു 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 പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട്. അയാൾ പറയുന്നത് ഇതുവരെയുള്ള നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നെഗറ്റീവ് ഹിസ്റ്ററിയാണ്, നമുക്ക് വേണ്ടത് പോസിറ്റീവ് ഹിസ്റ്ററിയാണ്. എന്താ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം കേട്ടാൽ നമ്മളൊക്കെ മോശക്കാരാണെന്ന് നമ്മളെ കുട്ടികൾ പഠിക്കാം, നമ്മളൊക്കെ ഗംഭീരന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ചരിത്രമാണ് വേണ്ടത്. നമുക്കറിയാം നമ്മുടെ ചരിത്രം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരെഴുതിയ കാലത്ത് അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മനുഷ്യരെ ഹിന്ദുക്കളെന്നും മുസൽമാന്മാരെന്നും വർഗീകരിക്കുകയും ഇന്ത്യക്ക് ചരിത്രബോധമില്ല എന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തവരാണ് വാസ്തവത്തിൽ നമ്മുടെ ആദ്യകാല ഇന്ത്യ ചരിത്രം എഴുതിയത്. ആ ചരിത്രം മാറ്റി എഴുതിയത് ഡിഡി കൊസാംബി മുതലുള്ള ചില ചരിത്രകാരന്മാരാണ്. റോമില ഥാപ്പറിനെ പോലെയും ഇർഫാൻ ഹബീബിനെ പോലെയും RS ശർമ്മയെ പോലെയും AR ദേശായിയെ പോലെയുള്ള ചരിത്രകാരന്മാരാണ് ഇന്ത്യ ചരിത്രത്തെ ഇന്ന് നാം കാണുന്ന ചരിത്രത്തിലേക്ക് എത്തിച്ചത്. അതോടുകൂടി വ്യക്തികളും ഈ മതങ്ങളുമല്ല, ചരിത്രം എന്ന് പറയുന്നത് ചില ചരിത്ര ശക്തികളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് വാസ്തവത്തിൽ ഈ പുതുചരിത്രമാണ്. ഈ ഗൊസാംബിയുടെ കാലം മുതൽ ആരംഭിച്ച ഇന്ത്യ ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വ്യക്തികൾ സൃഷ്ടിക്കുന്നതല്ല, പകരം അത് ചില ചരിത്ര ശക്തികളാണ് എന്നും അതുകൊണ്ട് മുഗളന്മാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജവംശങ്ങളെയോ ശത്രുക്കളായി കാണുന്ന ചരിത്രബോധം വാസ്തവത്തിൽ അസംബന്ധമാണ് എന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ടാണ് EMS ഈ 1921 മലബാർ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രാഥമികമായി ബ്രിട്ടീഷ് വിരുദ്ധവും ജന്മിവിരുദ്ധവുമായ സമരമായിരുന്നു എന്നും അതിനെ നമ്മൾ ഒരു വർഗീയ കലാപമെന്നോ വംശോന്മൂലനത്തിനുള്ള നീക്കമെന്നോ ഉള്ള അർത്ഥത്തിൽ കാണരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആ ഒരു ചരിത്രബോധം ഉണ്ടാകുന്നത്, ചരിത്രം നിർമ്മിക്കുന്നത് വ്യക്തികളല്ല, ചരിത്രം നിർമ്മിക്കുന്നത് ഒരു വ്യവസ്ഥയ്ക്കകത്തുള്ള ബലാബലങ്ങളാണ് എന്ന ബോധ്യമാണ്. എന്നാൽ പുതിയ ചരിത്രം അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലെ കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷനെ കുറിച്ച് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് അത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പഴയ ഈടുവെപ്പുകളാണ് അവിടെ കാണാൻ കഴിഞ്ഞതെന്നാണ് യഥാർത്ഥ ചരിത്രകാരന്മാർ കണ്ടെത്തി പറഞ്ഞത്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ട് തിരുത്തണം. കാരണം അവർക്ക് വേണ്ടത് ഈ ആര്യന്മാർക്ക് ശേഷമാണ് ഇവിടെയുള്ള എല്ലാം എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് അവർക്ക് വേണ്ടത്. ഈ ആര്യൻ ദ്രാവിഡൻ എന്നൊക്കെയുള്ള വിഭജനത്തിലൂടെ ഇന്ത്യയെ രൂപീകരിച്ച ബ്രിട്ടീഷുകാരുടെ ചരിത്രമാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ NCERTയുടെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പുസ്തകങ്ങളിലുടനീളം ഈ പറഞ്ഞ പോലെ
ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് മാറ്റി പകരം ഭരണഘടനയുടെ 51-ാം വകുപ്പ് പൗരരുടെ കടമകൾ എന്തൊക്കെയാണെന്ന് പറയാം, അവകാശത്തെ പറ്റി പറയാതെ കടമകളെ പറ്റി പറയുന്ന 1-ാം പേജോട് കൂടിയിട്ടാണ് നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ആരംഭിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കോർപ്പറേറ്റുകളുടെ തൊഴിലാളികളായി തീർന്നാൽ കടമയെക്കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം, അവകാശത്തെപ്പറ്റി ബോധമുള്ളവരായിരിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്നാൽ അത് കടമകളെക്കുറിച്ച് പറയുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ പാഠപുസ്തകങ്ങൾ ആരംഭിക്കുന്നത്. അതേപോലെ ഈ ചരിത്ര പുസ്തകങ്ങളിലുടനീളം ഈ നാം ഇതുവരെ പഠിച്ച ശാസ്ത്രീയമായ ചരിത്ര വസ്തുതകൾക്ക് പകരം മിത്തുകളെയും കെട്ടുകഥകളെയും സന്നിവേശിപ്പിക്കുന്ന തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പോൾ 8000 കൊല്ലം പഴക്കമുള്ള ഹിന്ദുമതം എന്ന മട്ടിലാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് മതങ്ങളെക്കുറിച്ചൊക്കെ വളരെ വളരെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. റഷ്യൻ വിപ്ലവത്തെ പറ്റി അതാണല്ലോ ഇപ്പോൾ ആലങ്കോട് പറഞ്ഞത്. ഒറ്റ വാക്യമാണ് 9-ാം ക്ലാസ്സിൽ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒറ്റ വാക്യം. ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആയിരുന്നു റഷ്യൻ വിപ്ലവം. അതിനെക്കുറിച്ച് ഒറ്റ വാക്യമാണ് അതിനകത്തുള്ളത്. ഹിറ്റ്ലറെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റാലിനെ തോൽപ്പിച്ച നായകൻ എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹിറ്റ്ലറുടെ വംശഹത്യയെപ്പറ്റിയോ ഈ ലോകത്ത് ഇത്രമാത്രം കടുത്ത വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച ഒരു ഫാസിസ്റ്റ് എന്നുള്ള നിലയ്ക്കോ ഹിറ്റ്ലർ അവതരിപ്പിക്കുന്നതേ ഇല്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ഒറ്റ വാചകമാണ് 9-ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകത്തിലുള്ളത്. അവർ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് ക്വിറ്റ് ഇന്ത്യ സമരം അട്ടിമറിച്ചു എന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി ആ പാഠപുസ്തകത്തിലുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ചരിത്ര പാഠപുസ്തകങ്ങൾ തിരുത്തി ഈ കിട്ടുണ്ണിയും നമ്മൾ ഇന്ന് നാടകത്തിൽ കാണാൻ പോകുന്ന ഈ മനുഷ്യരും നിർമ്മിച്ചെടുത്ത ചരിത്രബോധത്തെ വികലമായ ചരിത്രം കൊണ്ട് തിരുത്തുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയും ഒരിക്കലും ആ വിമർശബുദ്ധി ഉണ്ടാവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കാലബോധം സൃഷ്ടിക്കുന്ന ഒരു മാധ്യമ സംസ്കാരവും രൂപപ്പെട്ടു വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിലാണ് ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഒരു വീണ്ടുവിചാരം നിർവഹിക്കപ്പെടേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.